ഇപ്പോൾ ചക്കയുടെ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ സമയത്ത് വീടുകളിലും കടകളിലൊക്കെ നമുക്ക് ചക്ക കിട്ടും. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇടിയൻ ചക്ക വെച്ചിട്ടൊരു തോരനാണ്. ഇടിയൻ ചക്ക തോരൻ്റെ വേറൊരു റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആദ്യം തന്നെ ഇടിയൻ ചക്ക ക്ലീൻ ചെയ്തെടുക്കണം. അതിനു മുമ്പ് കത്തിയിലും നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം. ചക്ക കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും പശ വരും. ഈ പശ നമുക്ക് ഇതുപോലെ ചകിരിനാരെടുത്ത് തുടച്ച് കളയാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചാലും മതി. അതിനുശേഷം ചക്കയുടെ മുള്ള് പോലെ ഇരിക്കുന്ന പുറന്തോട് ചെത്തിക്കളയണം. അത് മാത്രമേ ചെത്തിക്കളയാവൂ. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാം. പുറന്തോട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്യണം. അതിനുശേഷം കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ചക്ക വേവിക്കണം. ഒരു വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇടിച്ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. 4 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 4 പച്ചമുളകും. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ച പോലെ എടുത്താൽ മതി. തേങ്ങയും ഉള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. തേങ്ങ അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ നിന്നും മാറ്റാം. അതിനുശേഷം ഇതുപോലത്തെ ഇടിക്കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. ഇടിക്കല്ലില്ലെങ്കിൽ കൈകൊണ്ടും നമുക്ക് ഉലർത്തിയെടുക്കാൻ പറ്റും. തോരന് വേണ്ടിയിട്ടുള്ള ചക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചക്ക തോരൻ റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്ത ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചക്ക മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. അടുത്തതായി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. തേങ്ങ ഒന്ന് വേവുന്ന വരെ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി വേവിക്കണം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെയധികം പോഷക ഗുണമുള്ള ഒന്നാണ് ഇടിയൻ ചക്ക. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്